എന്താ പറയാ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നത്, ചാച്ചിയും അയാളുടെ നെഞ്ചത്തോട്ട എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയ ആ പാവം എന്താ ചെയ്യാ? ചിലതൊന്നും കേൾക്കാറില്ല, കേട്ടാ പിന്നെ മറുപടി പറയണം. ഈ തമ്പുരാട്ടി എന്നെ പോലെ ഈ കോലത്ത് പുതിയതാണോ? ഖബറുകൾ പൊളിച്ചതൊന്നും കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. മഹാമായേ, സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരുപാട് ഖബറുകൾ മുമ്പും തുറന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതൊന്നും മുസ്ലിങ്ങൾ ഇത്ര ബഹളം വെക്കാത്തതുകൊണ്ട് നിങ്ങൾ അറിയാതെ പോയതായിരിക്കും. അതായത് ചാച്ചി, നിങ്ങൾക്ക് ശരിക്കും കാര്യം മനസ്സിലായിട്ടില്ല. ഖബറും സിയാറത്തും കച്ചവടമൊക്കെ മുസ്ലിങ്ങൾക്കും ഉണ്ട്. പക്ഷെ ആ ഖബറിൽ കിടക്കുന്ന ആളുകളൊക്കെ മരിച്ചപ്പോ പള്ളിയും പട്ടക്കാരും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞും കണ്ടും കേട്ടും കുളിപ്പിച്ചും മറമാടിയതാണ്. വിവരദോഷികൾ എല്ലാ ഖബറിലും പോയി പൂജിക്കും. പക്ഷെ ഇതങ്ങനാണോ? ഇത് ഗോപേട്ടൻ എന്ന് പറയുന്ന ഒരു കിടപ്പി രോഗിയെ കൊണ്ട് ബുദ്ധിമുട്ടായ ഭാര്യയും മക്കളും അന്ധവിശ്വാസികളായ പൊട്ടന്മാർക്ക് പുതിയൊരു ആൾദൈവത്തെ സമ്മാനിച്ച് കാശുണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇന്നലെ വരെ എണീക്കാൻ പറ്റാതെ കിടന്ന പാവ മനുഷ്യന് സ്വാമികൾ എന്ന് പേരിട്ട് അയാൾ കഞ്ഞിയും കുടിച്ച് ഷുഗറിനും പ്രഷറിനുമുള്ള ഗുളികയും കുടിച്ച് ആ കോൺക്രീറ്റ് പെട്ടിയിൽ പോയി ഇരുന്നു എന്നും പറഞ്ഞപ്പോ അയൽവാസിയായ അൽ വിശ്വംഭരൻ ഹാജി കൊടുത്ത പരാതിയിൽ പോലീസ് മാൻ മിസ്സിങ്ങിന് കേസെടുത്തതാണ്. എന്റെ പൊന്നു ചേച്ചി, ഇതിൽ മതമില്ല. ഉണ്ടെങ്കിൽ തന്നെ മതം ഏതായാലും ആ ഗോപന്റെ 2 അയക്കപ്പയലുകൾ അവര് നന്നായ മതി എന്ന് നാട്ടുകാർ തീരുമാനിച്ചാണ്. കോടതി ഗോപൻ ചേട്ടന്റെ മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോ അതുമില്ല. ജനിച്ച ജനന സർട്ടിഫിക്കറ്റും മരിച്ച മരണ സർട്ടിഫിക്കറ്റും വേണ്ടേ? അത് നിയമമല്ലേ? അതാണ് നടപ്പിലാക്കിയത്. ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? മാത്രമല്ല കച്ചവടം കൂടിയില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വർഗീയത വിളമ്പുന്നത്? നിങ്ങൾ ഈ അല്ല്, ഖബറ്, ജിഹാദ് എന്നൊക്കെ പറഞ്ഞ ഇവിടെ ചെലവാവൂല. കുറെ കാലമായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ആ PC ജോർജിനും കൂട്ടിയിട്ട് കുറച്ച് ഹിന്ദി പഠിച്ചിട്ട് അങ്ങോട്ട് കയറിക്കോ. ഏത് അവിടെ ചെലവാവും. വിശ്വംഭരേട്ടനാണെങ്കിൽ 2 ഹജ്ജ് ചെയ്തുകൊണ്ട് അയാൾക്ക് ഇതൊന്നും തീരെ സഹിക്കാൻ പറ്റില്ല. അയാൾ കേസ് കൊടുത്തു. ഒരു വിശ്വംഭരൻ ഹാജിയെ കണ്ടിട്ട് നിങ്ങൾ മൊത്തം മുസ്ലിങ്ങളെ വിലയിരുത്തരുത്. മരിച്ച ഗോപന്റെ മകനും ചാച്ചിയെ പോലെ മുസ്ലിങ്ങളെ നെഞ്ഞത്ത് കയറി മയ ഒരുപാട് നോക്കിയില്ലേ? ഒത്തില്ല. കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജാതിയുടെ പേരിൽ തല തല്ലിച്ചാവുന്ന ദിവസം വരാൻ നിങ്ങൾ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്ക്. അന്ന് 1 2 പൂട ഞങ്ങളുടെ നഗത്ത് എന്ന് പറിച്ചു തരാം.